പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുമ്പ് ഒരു സഹോദരി എന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചു. ആ സഹോദരി എന്നോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ധാരാളം ആളുകൾ കോവിഡ് വാക്സിൻ എടുത്തു. കാരണം കേരളത്തിൽ നിന്നും മറ്റ് സ്ഥലത്ത് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിനും ജോലി ഓഫീസിൽ പ്രവേശിക്കുന്നതിനുമൊക്കെ കോവിഷീൽഡ് തുടങ്ങിയ കൊറോണ വാക്സിനുകൾ പലതും എടുത്തു. അത് എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തെ പുറത്ത് എടുത്തു. അവർ ജോലി പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് എടുക്കേണ്ടി വന്നു, എടുത്തുപോയി. ഇപ്പോഴെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ധാരാളം ആളുകൾ ഒരുപാട് രോഗാവസ്ഥയിലേക്ക് വരുന്നു. ജോലിക്ക് പോകുമ്പോൾ വലിയ തലവേദന അനുഭവപ്പെടുന്നു, വലിയ ചങ്കിന് വേദന അനുഭവപ്പെടുന്നു, ജലദോഷം വന്നാൽ വിട്ടുമാറുന്നില്ല, ചങ്കിന് കഫക്കെട്ടുകളാണ്, മൂക്കടപ്പുകളാണ്, ചുമയാണ്, വലിയ ജലദോഷം, ഇടയ്ക്കിടയ്ക്കുള്ള പനി വരുന്നു. ഇങ്ങനെ നിരവധി രോഗങ്ങൾ കൊണ്ട് അവർ ആകുല ചിത്തരും വളരെയേറെ ദുഃഖവും വിഷമവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അത് മാത്രമല്ല, ധാരാളം ആളുകളെ മരണഭയം പിടികൂടുന്നു. ഏത് നിമിഷം മരിച്ചാലോ, ഞാൻ എന്തു ചെയ്യും, എൻ്റെ അവസ്ഥ എന്തായിത്തീരും, ഉത്കണ്ഠ, വലിയ ഉത്കണ്ഠ അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം എന്ത് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് എങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാലാണ്, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഈ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കാൻ സാധിക്കുന്നത്. രോഗാവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം വേണം. വലിയ പെട്ടെന്നുള്ളൊരു മരണമാണെങ്കിൽ അതിൽ നിന്നൊരു മോചനം വേണം. രോഗാവസ്ഥ, ഉത്കണ്ഠ, വലിയ ഉത്കണ്ഠ കൊണ്ട് ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥയാണെങ്കിൽ അതിനൊരു മോചനം വേണം. ഒരു സമാശ്വാസം വേണം, ഒരു ധൈര്യം വേണം. ഉത്കണ്ഠ മാറിയിട്ട് ഹൃദയത്തിലൊരു സന്തോഷമുണ്ടാകണം. പെട്ടെന്ന് മരിക്കാതെ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തക്കവിധം ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് വേണം. അതിനെന്താണ് ചെയ്യേണ്ടത്, എന്താണ് ബ്രദറെ അതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സഹോദരി ചോദിച്ചു. അതിൻ്റെ ഉത്തരം എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചില ദൈവവചനങ്ങളുടെ അന്തസത്ത, ചില ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളുടെ പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയുവാൻ ഞാൻ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിടുതൽ, ഏത് രീതിയിൽ ഞാൻ ദൈവത്തെ സമീപിച്ചാൽ എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്കൊരു സംരക്ഷണം കിട്ടും, ഏത് രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതിൽ നിന്നുള്ള ഫലങ്ങൾ എന്നിൽ നിറയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഉത്കണ്ഠാപൂർവ്വം ചോദിക്കുകയും ആ സഹോദരനോട്, അത് ഇത് ലോകത്തോട് മൊത്തമായിട്ട് തന്നെ പറയുകയാണ്, ആ സഹോദരനോ സഹോദരിക്കല്ല, നിങ്ങളിത് കേൾക്കുന്ന ആളുകൾ ധാരാളം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മനുഷ്യർ വലിയ ഉത്കണ്ഠകളിലാണ്, വലിയ നിരാശകളിലേക്ക്, ദുഃഖങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയാണ്. ഏത് നിമിഷം ജോലി നഷ്ടപ്പെട്ടാകാം, വിദേശ രാജ്യങ്ങളിൽ ആളെ തിരിച്ചു കയറ്റിവിടുന്നു, എൻ്റെ ജോലി എപ്പോഴാണ് തെറിച്ചു പോകുന്നത്, എപ്പോഴാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനാ പ്രയാസമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ദൈവം ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറയുന്നു, എന്ത് സംസാരിക്കുന്നു അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. ഞാൻ നിങ്ങൾക്ക് അതിനുള്ള തിരുവചനങ്ങൾ ഔഷധമാണ്, ശക്തിയാണ്, ആത്മാവാണ്, ജീവനാണ്, ദൈവമാണ്, അത് പരിഹാരമുള്ള വലിയ മെഡിസിനാണ്. ഏത് രീതിയിലും നിങ്ങൾക്ക് ഈ വചനത്തെ എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കണ്ടെത്തിയിട്ട് ഒരു വചനം ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് പറയണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, കർത്താവാണിനിടയിൽ എനിക്ക് ഒന്നിനും കുറവുണ്ടായിരിക്കില്ല, അങ്ങനൊരു വചനമാണ് ഞാൻ പറയുന്നത് വിചാരിക്കുക. ആ വചനം 5 പ്രാവശ്യം നമ്മൾ മുട്ടയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ചങ്കിൽ കൈവച്ചിട്ടോ നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ചോ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് കർത്താവ് യേശുവിൻ്റെ മുമ്പിൽ പടം ചിത്രങ്ങളുണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ വചനം വെച്ചവിടെ, ഇല്ലെങ്കിൽ യേശുവിനെ മനസ്സിൽ സങ്കല്പിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ പറയണം. ആ വചനം 5 പ്രാവശ്യം വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഒരു 10ഓളം വചനങ്ങൾ, അതൊരു വലിയ മെഡിസിനാണ്, വലിയൊരു ഔഷധമാണ്. ആ 10 വചനങ്ങൾ 5 പ്രാവശ്യം വെച്ച് പറയാം. നമ്മൾ ഒന്നാമത്തെ വചനത്തിൽ പ്രവേശിക്കാം. വചനം 1, ദൈവവചനം 1, 2 ദിനവൃത്താന്തം 15-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അവിടുത്തെ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുകയും കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. ആ വചനത്തിന് ചെറിയൊരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് 2 ദിനവൃത്താന്തത്തിൽ കർത്താവ് പറയുകയാണത് പറഞ്ഞിരിക്കുന്നത്, ആസ രാജാവേ, യൂദ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സ്ഥാനത്ത് നമ്മൾ പറയുകയാണ്, കർത്താവായ ദൈവമേ, ഇത് ഞാൻ ജോസ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, മനസ്സിൽ കണ്ടുകൊണ്ട് പറയാണ്, കർത്താവേ, ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു,
ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുകയും കണ്ടെത്തും. ഈ വചനം 5 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതിനകത്തൊരു വചനമുണ്ട്, ദൈവവചനം. ഇതിനകത്തൊരു ദൈവമുണ്ട്, ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട്. ആ ശക്തി നിങ്ങളിൽ നിറയും. അത് അത് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ആ വചനത്തെ 5 പ്രാവശ്യം വെച്ച് പറയുക. ഇനി രണ്ടാമത്തെ തിരുവചനം നിങ്ങൾ അത് അവിടെ നോട്ട് ചെയ്ത് വെച്ച് ഇത് 5 പ്രാവശ്യം വെച്ച് പറഞ്ഞു പഠിക്കണം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34 അധ്യായം അതിൻ്റെ 18 തിരുവചനം. അവിടെ ഇങ്ങനെ പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇപ്പം ഈ വിഷയത്തെ ഓർച്ച് മനമുരുകുന്നു, ഒരുപാട് അസ്വസ്ഥപ്പെടുന്ന പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ കർത്താവ് നിങ്ങൾ പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. രണ്ടാമത്തെ വചനം. അപ്പോൾ രണ്ടാമത്തെ വചനം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത് 5 പ്രാവശ്യം നിങ്ങൾ ഏറ്റു പറയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ അത് ശ്രദ്ധാപൂർവം ആയിരിക്കേണ്ട അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇനി മൂന്നാമത്തെ വചനം യേശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 തിരുവചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ആ വചനവും 5 പ്രാവശ്യം വെച്ച് പറയാം. നല്ല ശക്തമായിട്ട് ഈശോയുടെ മുമ്പിൽ പറയാം. കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഈ വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠപ്പെടുക, ആകുലപ്പെടേണ്ട, അതിനെ ഓർത്ത് ഒരു വിഷമമൊന്നും വേണ്ട. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ആ വചനം നിങ്ങൾ എഴുതി വെക്കുക. 5 പ്രാവശ്യം ആവർത്തിച്ച് പറയാം. അടുത്ത വചനം യേശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 3 തിരുവചനം. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞ ശേഷം കർത്താവ് പറയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, യേശയ്യാപ്രവാചകന്റെ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 2 തിരുവചനമാണ്. അതിനുശേഷം കർത്താവ് ഒന്നിനു പറഞ്ഞേ, ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. ആ വചനം, അതിനൊത്തൊക്കെ ശക്തി, ആത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ വചനം 5 പ്രാവശ്യം ആവർത്തിച്ച് പറയും. അടുത്ത വചനം യേശയ്യാപ്രവാചകന്റെ പുസ്തകം തന്നെ 65 അധ്യായം അതിൻ്റെ 24 തിരുവചനം. അവിടെ നിന്ന് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാനമൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. കർത്താവ് നമ്മുടെ നേരെ ശ്രദ്ധിക്കണമെങ്കിൽ, കർത്താവ് നമ്മുടെ നേരെ നോക്കണമെങ്കിൽ എന്നിലൊരു വിശുദ്ധി ഉണ്ടായിരിക്കണം. ചില കണ്ടീഷൻസുകൾ കർത്താവ് വെക്കുന്നുണ്ട്. കുറേ 4 മണിക്കൂർ നേരം സിനിമയുടെ മുമ്പിലിരുന്നു, സിനിമ കണ്ടുവെച്ചാൽ എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, ഇതൊക്കെ പ്രാർത്ഥിച്ചേക്കാം, ഏതായാലും ബ്രദർ പറഞ്ഞു തന്നല്ലേ, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല പ്രിയപ്പെട്ട, എതിർ ഗുണം ചെയ്യും. വിശുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞാൻ വിശുദ്ധിയോടെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് മുട്ടിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ചു വേണം പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ചൊല്ലാൻ. വെറുതെ കസേര ചാരി ഇരുന്നിട്ട് വിളിക്കും മുമ്പേ ഉത്തരവെള്ളം പ്രാർത്ഥിച്ചതിന് മുമ്പേ ഞാൻ കേൾക്കും, ഓക്കെ അതല്ല കേട്ടോ. മുട്ടിൽ നിൽക്കണം, കരങ്ങൾ വിരിച്ചു പിടിക്കണം, എന്നിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് കർത്താവിൻ്റെ പറയണം, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരണം, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. എത്ര ശക്തമാണ് ആ വചനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അത് മനസ്സിലാക്കുക, അത് കേൾക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ പ്രവർത്തിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, അടുത്തത് നിങ്ങളോട് പറയാനുള്ളത്, യാക്കോബിൻ്റെ സുവിശേഷത്തിൽ നിന്ന്
ഈ പ്രശ്നങ്ങളെ, ഇതൊക്കെ ഒരു പൈശാചിക ശക്തികളാണ്, പൈശാചിക പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില വചനങ്ങൾ കൊണ്ട് നമ്മുടേതായ ശൈലിയിൽ പ്രാർത്ഥിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പറയേണ്ടത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുക? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. അതും 5 പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം റോമർ 16:20 സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ രണ്ടും ബന്ധന പ്രാർത്ഥന പോലെ നമ്മൾ 5 പ്രാവശ്യം അത് വേണം. അടുത്ത യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ വിട്ട് ഓട്ടിപ്പോയിക്കൊള്ളും. 3 വചനം. അത് 3 നിങ്ങൾ കേട്ടല്ലോ. അത് ഈ പറഞ്ഞ വചനം ഉപയോഗിച്ച് കർത്താവെ ഈ ഞങ്ങളുടെ കൊറോണ വൈറസിൻ്റെയും ഈ വാക്സിൻ്റെ മേലുള്ള എല്ലാ അസുഖം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പറയുക. അടുത്തത് ഒരു വചനോട് നിങ്ങൾ പറയുകയാണ്. അത് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്ന വചനം. സക്രിയ പുസ്തകം സക്രിയ 9:8 ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും നിന്നെ ഉപദ്രവിക്കില്ല, എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. ആ വചനം, ഇത്രയും വചനങ്ങൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞത് വചനം പറഞ്ഞ് കൃത്യമായിട്ട് തന്നിട്ട് ആ വചനങ്ങളെല്ലാം ഇത് കേട്ടിട്ട് നിങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുക. അതിനുശേഷം ഒരു വചനം 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ പറയുക. ഒരു വചനം 5 പ്രാവശ്യം വെച്ച് ആവർത്തിക്കുക. അങ്ങനെ ഇത് ചിലപ്പോൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ സമയം എടുത്തെന്ന് വരും. അതൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം വെച്ചാൽ ഈ വചനം മുട്ടിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആ വിഷയങ്ങളെ മനസ്സിൽ, ഇപ്പോൾ അതിൻ്റെ തലവേദന ഉണ്ടാവാം, ക്ഷീണമുണ്ടാകാം, രോഗമുണ്ടാകാം, പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ, അതിൻ്റെ ഉത്കണ്ഠ ഏതുമായിക്കോട്ടെ, അസ്വസ്ഥമാണ്, അതൊന്നും പ്രശ്നമല്ല. കർത്താവിൻ്റെ വചനം നിങ്ങളിൽ പ്രവർത്തന നിരതമാകും. ഓരോ വചനത്തിലും ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവുണ്ട്. ആ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് തള്ളേണ്ടതിനെ തള്ളാനും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ, ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ, ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്താൻ, അവൻ്റെ പ്രശ്നം ഏതുമായിക്കോട്ടെ, അവൻ്റെ അസ്വസ്ഥകൾ എന്തുമായിക്കോട്ടെ, അവൻ്റെ തകർച്ചകൾ എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ മരണത്തെ മുന്നിൽ കാണുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ രോഗാവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള വിള്ളലുകൾ, പ്രശ്നങ്ങൾ, കലുഷിതമായ പ്രശ്നങ്ങൾ, ഒരുപാട് ദുഃഖം ദുരിതം നിറഞ്ഞ ജീവിതം, പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ 5 പ്രാവശ്യം വെച്ച്. ഇനി വേറെ കാര്യം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ കുറച്ച് സമയമുണ്ട്, അത് നിങ്ങൾക്കൊരു 7 പ്രാവശ്യം വെച്ച് പറയാൻ പറ്റും. ഒരു വചനം 7 പ്രാവശ്യം വെച്ച് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ 7 പ്രാവശ്യം വെച്ച് പറയാം. ഇനി അതല്ല, ഒരു വചനം നിങ്ങൾക്കൊരു 14 പ്രാവശ്യം വെച്ച് പറയാൻ പറ്റും. അങ്ങനെ സമയവും സാഹചര്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ 14 പ്രാവശ്യം വെച്ച് പറയാം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 33 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെല്ലുക. അത് നിങ്ങളുടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് എത്ര പ്രാവശ്യം എത്ര എണ്ണം ചൊല്ലണം എന്നുള്ള സമയം ക്രമീകരിച്ച് നിങ്ങൾ എടുക്കുക. അതുപോലെ നിങ്ങൾ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദിവസങ്ങൾ ക്രമീകരിച്ചെടുക്കുക. കഴിയുമ്പോൾ ഒരു 31 പ്രാവശ്യം തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചൊല്ലുക. തിരിയൊക്കെ ഉണ്ട്, തിരിയൊക്കെ കത്തിച്ച് വെക്കുക. മുട്ട നീക്കുക, സൗരൻ്റെ മുട്ട നീക്കുക. ബൈബിളുണ്ടെങ്കിൽ തുറന്ന്. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തിക്കും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ദൈവാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് മരുന്നാണ്, ഇത് ഔഷധമാണ്, ഇത് ശക്തിയാണ്, ഇത് ആത്മാവാണ്, ഇത് ജീവനാണ്, ഇത് ദൈവമാണ്. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളിൽ നിന്നുള്ള എല്ലാ അസ്വസ്ഥകളും, കൊറോണ വൈറസിൻ്റെ രോഗങ്ങൾ, കുടുംബ കലഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, തലവേദന, വല്ലാത്ത ഛർദ്ദി തോന്നുന്ന അവസ്ഥ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, വല്ലാത്ത നിരാശ തോന്നുന്ന അവസ്ഥ, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നു ഉത്കണ്ഠ, അതിൻ്റെ പേരുള്ള അസ്വസ്ഥകൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് ഒരുപാട് തകർച്ച, ഒരുപാട് പ്രശ്നങ്ങൾ, വല്ലാത്ത ഉത്കണ്ഠ കൊണ്ട് നിറഞ്ഞിട്ടുള്ള അവസ്ഥ, ഉറക്കം പലപ്പോഴും ഉറക്കം വളരെ കുറഞ്ഞ അവസ്ഥ, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കൊറോണ വൈറസിൻ്റെ ഒരുപാട് രോഗങ്ങൾ. പലപ്പോഴും പലരും കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അവൻ കുഴഞ്ഞു വീണ് മരിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മരിച്ചു, പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് മരിച്ചു, നടന്നു പോയ വഴിക്ക് മരിച്ചു, വീണ് മരിച്ചു, ആശുപത്രി ചെന്നു അപ്പോഴേ മരിച്ചു. ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് കരഞ്ഞിരിക്കുന്ന ഇവിടെ ഈ ഔഷധം, ദൈവവചനമാകുന്ന ഔഷധത്തെ വെല്ലാൻ ഈ ലോകത്ത് ഒരു മെഡിസിനുമില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റു പറയുക. ഏത് രീതി പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞുകൊള്ളുക. അത് തുടർച്ചയായിട്ടൊരു ശീലമായിട്ട് മാറ്റുക. കുറേ കഴിയുമ്പോൾ ഒരു 5-10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോന്ന് ഓർമ്മ വരും. അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് നടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം, അതായത് കർത്താവായ ദൈവമേ, കർത്താവായ യേശുവേ, യേശുവിനോട് ചേർന്ന് നീക്കി ഈ വചനം പറയുമ്പോൾ അതിലെ ആത്മാവ് നമ്മളും തമ്മിലൊരു ബന്ധം,
നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കപ്പെടും. നമ്മൾ ജോലി ചെയ്താലും നമ്മൾ മറ്റെന്തെല്ലാം പ്രവൃത്തികൾ കടന്നുപോയാലും നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ പറഞ്ഞ വചനത്തിലെ ആത്മാവ് നമ്മളിലേക്ക് വരും, നമ്മളിതറിയും. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഈ അസ്വസ്ഥതകൾ എല്ലാം പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറും. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ നിറയും. ചിലപ്പോൾ എന്നല്ല, രോഗം എല്ലാം വിട്ടുപോകും പ്രിയപ്പെട്ടവരെ. രോഗശാന്തികൾ എല്ലാ വചനവും അതിനകത്ത് തന്നെ ഉണ്ട്. രോഗശാന്തി ലഭിക്കും. നിങ്ങളുടെ ഈ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് തലവേദനയോ അല്ലെങ്കിൽ രോഗമോ എന്തും ഉണ്ടായിക്കോട്ടെ, അതെല്ലാം വിട്ടങ്ങ് പോവും. നിങ്ങളെ വിട്ടത് നിങ്ങളെ സ്വതന്ത്രമാക്കി വിടും. ഇത് അത്ഭുതങ്ങളുടെ വചനമാണ്. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് എഴുതി വെച്ച് പഠിച്ച് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും സമൃദ്ധമായി യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. ആമേൻ.